എല്ലാരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ കുടുംബസമേതം കോഴിക്കോടിന്റെ മറ്റൊരു ഉത്സവമായ ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, മാമിയും മാമനും മക്കളും വല്യമ്മ എല്ലാവരും ഉണ്ട്. ഓട്ടോയിൽ സ്ഥലം ഇല്ലാത്തതിനോട് ഞാനും പാവയും ബൈക്കിലാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് പുറത്തു പോകുന്നത്. പോരുന്ന വഴിയിൽ നിന്ന് ചേച്ചിമേനും കിട്ടി. അവൻ്റെടാ തിരക്ക് എന്നോട് പറഞ്ഞാണ്ടല്ലോ, ബേപ്പൂർ വരെ ഒടുക്കത്തെ തിരക്കി. കുറെ ബോട്ടൊക്കെ കാണുന്നുണ്ടല്ലോ ബേപ്പൂർ എത്തി. ഞാൻ ആദ്യമായിട്ടാണ് ബേപ്പൂർ ഫെസ്റ്റിന് വരുന്നത്. അതിന്റെ എല്ലാ ആകാംക്ഷയും ഉണ്ട്. വണ്ടിയോട് വെച്ച് കുറച്ചട് നടക്കാനുണ്ട്. പോണ വഴി ബേപ്പൂർ അങ്ങാടി ലൈറ്റഡ് വെച്ച് ഫുൾ കളറാക്കി. ഇന്ന് അച്ഛമ്മേനെ നോക്കേണ്ട ഡ്യൂട്ടി എന്റെ കയ്യിലാണ്. അങ്ങനെ നടന്ന് അവസാനം നമ്മൾ പരിപാടി സ്ഥലത്ത് എത്തി. ഫുഡ് ഫെസ്റ്റിന്റെ ബോർഡ് കണ്ടപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് കയറി. പരിപാടിക്കുന്ന മുക്കാഭാഗം ആൾക്കാർ ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ. ആദ്യം തന്നെ കോഴിക്കോടിന്റെ സ്പെഷ്യൽ ഐറ്റം ഐശ്വര്യത്തി കഴിക്കുക. ഐശ്വര്യത്തിൽ എടുക്കത്ത ഐസല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട മക്കളെ, ഞങ്ങളും നോളി. ഗ്യാസ് ഉളുപ്പുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ ചെയ്യില്ല. പന പോലെ ഒരു മനസ്സ് ബാക്കിൽ നോക്കി കുറച്ച് അതിനും കൊടുത്തുകൂടെ. അങ്ങനെ എല്ലാരും കൂട്ടത്തിൽ ഞാനും തിന്ന ഐശ്വര്യ. അപ്പോഴാണ് ടേസ്റ്റ്. പറഞ്ഞതൊക്കെ വേറെ വേറെ ഫ്ലേവർ, പക്ഷെ തിന്ന് നോക്കുമ്പോൾ എല്ലാത്തിനും ഒരേ ടേസ്റ്റ്. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ. അവസാനം ഐസൊന്ന് വക വെക്കാതെ അമ്മയും അച്ഛനും കൂടി ഓരോ ടീസ്പൂൺ മിണങ്ങി. അങ്ങനെ മിഷൻ 1 ഐശ്വര്യത്തി കംപ്ലീറ്റ്. അടുത്ത നമ്മൾ തൊട്ടടുത്ത ബജിക്കടയിലാണ് പോയത്. ഇനി ബജി മത്സരം, മുളക് ബജി തുടങ്ങി. സംഭവം എങ്ങനെയുണ്ട് ഇത് പവിന്റെ മോന്നാണ്ടപ്പോ മനസ്സിലായി. വാങ്ങി കുടുങ്ങി. അപ്പൊ എല്ലാരും തിരിച്ചടങ്ങുള്ളൂ മാമി. ഇക്കും മാതിരി സംഭവം ആദ്യം ഇഷ്ടമല്ലോ, പിന്നെ എല്ലാവരും തിന്നതിനോട് തിന്നാണ്. അങ്ങനെ മുളക് ബജി ഏകദേശം ഫിനിഷ്ഡ്. അടുത്തത് ചില്ലി ഗോപിയാണ്. നാളെ പിന്നെ ഞായറാഴ്ച എന്നോട് കുഴപ്പമില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോകാൻ. ഇപ്പൊ കക്കൂസിന്റെ എണ്ണം കൂട്ടണമെന്ന് മാത്രം നോക്കിയാൽ. അങ്ങനെ തീറ്റ മത്സരം കഴിഞ്ഞ് ഞങ്ങൾ പോകും. KS ഹരിശങ്കറിന്റെ ഒരു അടിപൊളി ലൈവ് ഷോ ഉണ്ട്. സൂചി കുത്താൻ പോലും സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ കേൾക്കല്ലേ, അത് ഞാൻ ഇന്നലെ കണ്ട്. എന്താ പാട്ട്! കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ആൾക്കാർ ഇടയ്ക്കിടെ വന്ന ഒരു പൊളിക്കലുണ്ട്. അന്ന് ഞാൻ ആദ്യമായിട്ട് ഫ്ലാഷ് ലൈറ്റിന്റെ ഒരു കടലനെ കണ്ടു. അത് കഴിഞ്ഞ് ആകാശത്ത് ഡ്രോൺസിന്റെ ഒരു ഡാൻസ് കളി ഉണ്ട്. പല പല ഇമേജുകൾ ഡ്രോൺ വെച്ച് ചെയ്താണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. എന്താ രോമങ്ങളൊക്കെ എണീറ്റെടുത്ത് നിന്ന് സല്യൂട്ട് അടിച്ചു. പരിപാടി കണ്ട് പോരുമ്പോഴാണ് പരിപാടിയിൽ കുറച്ച് ആൾക്കാർ ഉത്തിരിക്കണുണ്ട്. ഒക്കെ തിരക്കിനിടെ പെട്ട് ക്ഷീണിച്ചു ഉത്തിരിക്കുകയാണ്. പാട്ടും കൂക്കലൊക്കെ കേട്ടിട്ട് ചെവി അടിച്ചു പോയി. ഒരു മൂളക്കം മാത്രം. ഇനി കുറച്ച് ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാൻ റിംഗറിന് സ്ഥാനത്തുമ്പോ വീഴ്ത്തുന്ന കളിയാണ് ആദ്യം കളിച്ചത്. ആർക്കും ഉന്നല്ല, ഉണ്ണീന്റെ മേടിച്ച് അച്ഛന്റെ മേടിച്ചു. ഇതിപ്പോ ഞാൻ തന്നെ വേണ്ടിയല്ലോ, കൊന്തലാട്ടിയതാണ്. അങ്ങനെ എന്റെതും പോയി. അവസാനം ഞങ്ങളെ രക്ഷിക്കാൻ പവി തന്നെ വരേണ്ടി വന്നു. അല്ലെങ്കിൽ തിന്നണ കാര്യത്തുമ്പോ കൊള്ളിക്കാൻ ഒരു പ്രത്യേക ഒരു കഴിവ്. അങ്ങനെ 200 രൂപ മുടക്കി ഞങ്ങൾ 35 രൂപ ഒരു പാല് വാങ്ങിയിരിക്കും. അതിന്റെ ഇടയിൽ അമ്മമ്മയ്ക്ക് ഒരു നോണം നാരങ്ങമിട്ടായി. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ വാങ്ങി കൊടുക്കണ്ടേ. അമ്മമ്മന്റെ ആഗ്രഹം സാധിച്ചപ്പോ അമ്മമ്മയായി. പണ്ട് തൊട്ടുള്ള ഒരു ശീലാണ്, ഏത് ഉത്സവ പരിപാടി ആണെങ്കിൽ എന്ത് പരിപാടി ആണെങ്കിലും അവിടെ ഐസ്ക്രീം ഉണ്ടോ അത് വാങ്ങിക്കണം. അങ്ങനെ ഐസ്ക്രീം കിട്ടിയപ്പോ എല്ലാവരും ആയി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ബേപ്പൂരിന്ന് ഇറങ്ങി. ഇപ്പൊ ചെറുതായിട്ടൊന്ന് വയറ് നിറച്ചിട്ടുള്ളൂ. അടുത്ത പരിപാടി കാര്യമായിട്ട് വയറ് നിറക്കി. എനിക്ക് പിന്നെ മിതമായ ഭക്ഷണം മതി ആദ്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ വെറും 2 പൊറാട്ട, ഒരു മരമുട്ടി പോലുള്ള ഒരു കോഴിക്കാൽ. പൊറാട്ട എന്നാ പിന്നെ 2 ദിവസം അവിടെ കിടന്നുള്ളൂ, അതുകൊണ്ട് കൂടുതൽ വിശക്കൂല. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ പരിപാടിയും കണ്ട് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി. ആ വാതിലിന്റെ അവിടുന്ന് താറ്റേരിനെ കണ്ണനാണ്. കോളേജിൽ നിന്ന് ഇപ്പൊ എത്തിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ പോന്നില്ലേ. അങ്ങനെ ചേച്ചമ്മേനെ വീട്ടിലാക്കി ഞങ്ങൾ വിട്ടു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനായിട്ട് മറക്കല്ല, ചാനൽ കൂടി സബ്സ്ക്രൈബ് ആക്കിയാളി. അപ്പൊ ഓക്കെ.